ഞങ്ങൾ തമ്മില് വളരെ വേറൊരു ബന്ധമുണ്ട്. ഡയറക്റ്റ് വീഡിയോ കോള് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. അല്ല വേറെ ഡയറക്റ്റ് ആണ്. അപ്പൊ എന്താ പറഞ്ഞ് ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല, ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല, ആരും ചേട്ടന അത് വർക്കിന് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുക, ചേട്ടൻ ഒരു പാവം. ഞാലിയാങ്കുഴി എമറാൾഡ് ബാറില് ഒരു സമയത്ത് സുധിയെ കണ്ടു കഴിഞ്ഞാൽ ഷട്ടർ വലിച്ചിടുമെന്നാണ് സർക്കാസ്റ്റിക് ആയിട്ട് എന്റെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വരുന്നവന്റെ അടുത്ത് പോകുന്നവന്റെ അടുത്ത് എല്ലാ കടം ചോദിക്കും, എന്റെ കുഞ്ഞിനെ സഹായിക്കുക, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചെയ്യുമെന്നാണ് നാട്ടുകാരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുപാടേ അവസ്ഥ. സത്യം പറഞ്ഞ മരിച്ച സമയത്ത് സുധി എല്ലാരും വാഴ്ത്തിപ്പാടിയിട്ടുണ്ടായിരുന്നു. സുധിയുടെ പേര് രേണുവായിട്ട് കളയരുത്, രേണു സുധി എന്ന പേരിൽ നിന്നും സുധി എടുത്തു കളയണം. കാരണം ഇത്രയും നല്ലൊരു വ്യക്തിയും ഇത്രയും നല്ലൊരു കലാകാരനുമായ വ്യക്തിയെ നിങ്ങളായിട്ട് നാറ്റിക്കരുത് എന്നായിരുന്നു. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും കണക്കായിരുന്നു, രണ്ടും കണക്ക് തന്നെ എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നവരും. ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനും ഒരുപാട് ആൾക്കാരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. അത് എന്റെ ക്ലോസ് സർക്കിളിലും അതുപോലെ എന്റെ ഫ്രണ്ട് സർക്കിളിലും ഒക്കെ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ പറയുന്ന അതേ സമയത്തിന് കൃത്യസമയത്തിന് അല്ലെങ്കിൽ ഒരു ദിവസം നേരത്തെയെങ്കിലും കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കും. അത് വാക്ക്, അത് എന്തൊക്കെ ചെയ്തിട്ടായാലും കൊടുത്തിരിക്കും. അല്ലാണ്ട് കടം വാങ്ങിയിട്ടിട്ട് വലിപ്പിക്കുന്ന പരിപാടി നമുക്കില്ല. എന്നെ വലിപ്പിച്ചാലും ഞാൻ വിടത്തുമില്ല, അതും വേറെ ഒരു സത്യമാണ്. എന്നിട്ട് വലിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കും താല്പര്യപ്പെടത്തില്ല, പിന്നെ ആ ഒരു റിലേഷൻ വരെ കട്ടായിപ്പോ. ഓക്കെ, വോട്ടവർ. അങ്ങനെ കടം വാങ്ങിക്കഴിഞ്ഞാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ സമയത്തിന് തിരിച്ചു കൊടുക്കും. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അങ്ങനെ തന്നെയാണ്. കടം വാങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. വാങ്ങാത്തൊരു വ്യക്തിയൊന്നുമല്ല. നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ആദ്യത്തെയും കടം വാങ്ങാറ് തന്നെയാണ് പതിവ്. വാങ്ങും, തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അതല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകരുത്. നമ്മൾ ഒരാളടുത്ത് തെണ്ടി ജീവിക്കുന്നതിൽ അർത്ഥമുണ്ട്. എടാ എനിക്ക് തിന്നാനില്ല വല്ലതും താന്ന് പറഞ്ഞ് തെണ്ടി വാങ്ങി തിന്നു കഴിഞ്ഞാൽ അന്തസ്സുണ്ട്. മറിച്ച് നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പറ്റിക്കുന്ന പരിപാടി ചെയ്യരുത്. അതുപോലെ പൈസ ഇങ്ങോട്ടൊരുത്താൻ കടം തന്നിട്ട് അവൻ ആവശ്യം വരുമ്പോൾ അവൻ തിരിച്ചു ചോദിക്കുമ്പോൾ അങ്ങോട്ട് അവന്റെ മെക്കിട്ടിടിച്ച് കയറി അവന്റെ നെഞ്ചത്ത് കയറി ലോറി ഓട്ടിക്കുന്ന പരിപാടി കാണിക്കരുത്. എനിക്കിതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാം ഒന്നൊന്നര എ ക്ലാസ് ടീമായിരുന്നു എന്നുള്ളൊരു കാര്യം പുറത്തു വരികയാണ്. ഇതൊക്കെ പുറത്തു വരാനുണ്ടായ റീസൺ ആരാ? നമ്മുടെ രേഷ്മ ചേച്ചി വന്ന് ഓരോന്ന് ഓൺലൈൻ മീഡിയാസിൽ വാ കൂക്കി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് നാട്ടുകാർ മൊത്തം ഇളവിയിരിക്കുകയാണ്. അതോടെയാണ് ഏറി കയറി പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഓൺലൈൻ മീഡിയകളൊന്നും കാണാനില്ല. ഐ തിങ്ക് ബിഗ് ബോസിൽ പോകാനുള്ള തയ്യാറെടുപ്പും ഓട്ടത്തിന്റെ ഓട്ടമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ മീഡിയയിലൊന്നും കാണാനില്ലാത്തത്. അല്ലെങ്കിൽ ഇപ്പോഴും ഓൺലൈൻ മീഡിയ കൂടെ കാണും, വായിത്ത് തോന്നണൊക്കെ വിളിച്ചു പറയും, കാ കൂക്കി എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്, കാണാനില്ല. നല്ലതാ, നല്ല തീരുമാനം. ബിഗ് ബോസിൽ പോകുന്നോണ്ടായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോപ്രായം അല്ലെങ്കിൽ നന്ദി ചെയ്തവന്മാരെ നിന്ദിച്ചുകൊണ്ടും ചെളിവാരി അടിച്ചുകൊണ്ടും സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിന് വീട് വെച്ചു കൊടുത്ത സംഘടനയ്ക്കും വസ്തു കൊടുത്ത ബിഷപ്പിന് എതിരെ സംസാരിച്ചതിൽ ഒരു അതിശയമായിട്ട് എനിക്കിപ്പോ തോന്നുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് കടം വാങ്ങിയിട്ട് ആ വ്യക്തി കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അങ്ങോട്ട് മുണ്ടുപൊക്കി കാണിക്കുന്ന സ്വഭാവമാണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്ദിച്ചവരെ നിന്ദിച്ചതിൽ എനിക്ക് വലിയ അത്ഭുതം ഇപ്പൊ കേട്ട് തോന്നുന്നില്ല. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് നമ്മുടെ ഷാലൂപ്പേടിനെ അറിയാത്തവരില്ലല്ലോ. ഒരു സമയത്ത് കത്തി നിന്ന ടീമായിരുന്നു. ഷാലൂപ്പേട് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. അങ്ങേരുടെ അടുത്തും പൈസ ചോദിച്ചതും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. എന്നിട്ട് ദയാൻ ശ്രീനിവാസന്റെ അടുത്തുള്ള ഒരു കളിയും കൂടി നമുക്ക് കേൾക്കാം. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നിട്ടുണ്ട്. ദയാൻ ശ്രീനിവാസന്റെ അടുത്ത് സംസാരിച്ചത്. എന്തായാലും ആദ്യം ഷാലൂപ്പേടിന്റെ അടുത്ത് സംസാരിച്ചായിട്ട് നോക്കാം. അണ്ണാ ഇവിടെ എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ശരിയാണോ? അതായത് അന്ന് കൊടുത്തതിന് തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ മറ്റേ ഗൂഗിൾ പേയിലൊക്കെ തപ്പി നോക്കണം. നീ പിന്നെ കാണാതിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, സംഭവം പറഞ്ഞുതരാം. ഞങ്ങളൊരു പടം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളിനെ. സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക്. അങ്ങനെ ഞാൻ പടം ചെയ്തെടുക്കുന്ന സമയത്ത് 2 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി. ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 8 മണിയൊക്കെ രാത്രി 8 മണിയൊക്കെ ആയപ്പോ എന്നെ വിളിച്ചിരുന്ന മക്കളോടാ ഞാൻ സുധിയാണടാ, എന്തുണ്ടാ വിശേഷം, സുഖം തന്നെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. ആളാണോ സുഖം? അപ്പൊ നീ വീടെത്തിയാ എന്തൊക്കെ ചോദിച്ചു. ഇല്ലണ്ണ വീടെത്തി, നമ്മൾ ലൊക്കേഷനിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മക്കളോടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെ നിന്ന്, നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ, എടാ മക്കളെ പൈസ വല്ലതും ഉണ്ടെങ്കിൽ ചേട്ടന് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ തടാ മോനെ, ഒരു അത്യാവശ്യമാടാ വീട്ടില്, ബാക്കി ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്ര പറഞ്ഞോളൂ പുള്ളി. വേറെ ഒന്നും പറഞ്ഞില്ല. പുള്ളി നേരെ ചേച്ചിയെ കൊടുത്ത്. ഇതിനിടയിൽ എനിക്ക് ഇവരാരും എനിക്ക് അറിഞ്ഞൂടാ. ഈ സുധി അന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ എനിക്ക്. അല്ലെങ്കിൽ തന്നെ സുധി എന്ന് പറയുന്നത് അല്ലാതെ മറ്റേ വലിയ കലാകാരനൊന്നും അല്ല.
സ്റ്റാർ മാജിക്കിലുണ്ടായിരുന്നു, കുറച്ച് സിനിമകളിലുണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം ജനങ്ങളുടെ സഹതാപം കിട്ടി. ആ സഹതാപത്തിന് ആ കുടുംബം വിറ്റു. അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ കണ്ടതും കേട്ടതും വെച്ച് നോക്കുമ്പോൾ ഇവരാരും നന്മ മരങ്ങളൊന്നും അല്ല. സുധിയും വാഴ്ത്തി പാടിക്കൊണ്ടിരുന്ന ജനങ്ങൾ ഇപ്പൊ തിരിച്ച് ചെളിവാരി അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇവിടെ പറയേണ്ടി വരുന്നു. ഇങ്ങനത്തെ പോക്കൃത്തനങ്ങൾ കാണിച്ചുകൊണ്ട് നടന്നതടക്കം പുറത്ത് പറയേണ്ടി വരുന്നു. ഞാലിയാൻകുഴി എമറാൾഡ് ബാറിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുധിയെ കണ്ട ഷട്ടർ ഇടുമെന്ന് സർക്കാസ്റ്റിക്കായിട്ട് എന്റെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വരുന്ന സമയത്ത് എന്റെ മോന് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് 200 രൂപ കൊടുറാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പല ആൾക്കാരെടുത്ത് പറഞ്ഞിട്ടുള്ള ചരിത്രം വരെ പുറത്ത് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് ആൾക്കാർ. കമന്റ് ബോക്സുകൾ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം. അങ്ങനത്തെ പല രീതിയിലുള്ള ടോക്കുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സുധി എന്ന് പറയുന്ന ആള് വലിയ നന്മ മരമൊന്നുമല്ല. ഇവിടെ കടം വാങ്ങുന്നത് തെറ്റല്ല. പറഞ്ഞ പോലെ തിരിച്ചു കൊടുക്കണം. അല്ലാതെ തിരിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവന്റെ അടുത്ത് കയറി ചെനക്കുന്ന പരിപാടി, അതൊരു നാറിയ പരിപാടിയാണ്. അങ്ങനത്തെ പരിപാടി കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിട്ടാണ് ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ആൾക്കാരും അത് തന്നെയാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞാൽ ഓക്കെ കള്ളം പറയുന്നതെന്നെങ്കിലും പറയാം. എന്നാൽ സകലമാന ആൾക്കാർ അത് തന്നെ പറയുമ്പോൾ അതിൽ വാസ്തവം ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ടുകൾ പല ആൾക്കാർ പലതും അയക്കുന്നു. സത്യം പറഞ്ഞാൽ എല്ലാം കൂടി എടുത്ത് കാണിക്കാൻ പോയി. അത്രയ്ക്ക് സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഉണ്ട് ഇവരുമായി ബന്ധപ്പെട്ട്. അതായത് നിങ്ങളടുത്ത് അത്ര കമ്പനി ഉണ്ടെങ്കിലല്ലേ പൈസ വയ്ക്കാൻ പറ്റൂ. എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട്. ഞാൻ പുള്ളിയുടെ നമ്പർ സേവും ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിയുടെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല. കണ്ടു അന്ന് പരിചയപ്പെട്ടു, അത്ര തന്നെ. അത്രേ ഉള്ളൂ. സാധാരണ ഒരുവിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിട്ടെ. പിന്നെ കഴിയണത് ഞാൻ ആരും നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കൂല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സേവനം ചെയ്തില്ല. അപ്പൊ അങ്ങനെ പുള്ളി എന്തെന്ന് അറിയാമോ, പുള്ളി എന്നിട്ട് അപ്പൊ ചേച്ചിയുടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്തു. വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്റെ പറഞ്ഞാണ് അന്ന് പിള്ളേർക്ക് ആഹാരം അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ചത് സംസാരം. പിള്ളേർക്ക് അരി വാങ്ങാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞാണ് ഇവര് സ്റ്റാർട്ടിങ് ഇടുന്നത്. ഇത് പറയുമ്പോൾ ആരായാലും ഉള്ളിലൊരു സങ്കടം തോന്നി, അയ്യോ കുട്ടികൾക്ക് തിന്നാൻ പോലും ഇല്ലല്ലോ എന്നുള്ളൊരു സഹതാപത്തില് നമ്മൾ പൈസ അങ്ങ് കൊടുക്കും. അവസാനം അത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാലാണ് എന്ന് പറഞ്ഞും കൊണ്ട് ഇറങ്ങി തിരിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെ. എന്ത് വേടേ ഇത്? ഇങ്ങനെയൊക്കെ ഒരു കുടുംബങ്ങളാ. ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേരിൽ കേസാണല്ലോ. അപ്പൊ ചോദിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് ഇനി അതും കൂടി പറയാതിരിക്കുന്ന എന്തിനു പറ. ഞാൻ വേറൊരു കേസ് പറയാം. ഫ്ലവേഴ്സിലൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ സുധി. അത്യാവശ്യം നല്ല പൈസയും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ സ്റ്റാഫുകൾക്ക് അങ്ങനെ പൈസ കൊടുക്കാതിരിക്കുന്ന സെറ്റപ്പ് ആണെന്നൊന്നും കേട്ടിട്ടില്ല. അത്യാവശ്യം നല്ല എമൗണ്ടുകൾ അവർക്ക് കൊടുക്കുന്നുമുണ്ട്. അവർക്ക് ജീവിച്ചു പോകാനുള്ള വക അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതിന് പുറമെ ചെറിയ ചെറിയ റോളുകൾ സിനിമയിൽ അഭിനയിക്കാറുണ്ട് ഈ സുധി. അങ്ങനെയൊക്കെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുണ്ട്. പക്ഷെ കുപ്പിയെടുക്കാനും പൊട്ടിക്കാനും ലാവിഷായിട്ട് നടക്കാനും ദൂർത്തടിക്കാനും ഒക്കെ തികയില്ലല്ലോ. അങ്ങനെ വരുമ്പോ ഇങ്ങനെ കടങ്ങളൊക്കെ ചോദിക്കും, എന്നിട്ട് തിരിച്ചു ചോദിക്കുമ്പം ഈ ഒരു പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളാടാ, നല്ല ടീമായിരുന്നു. നന്മമരം സുധിയും കൂടി വീണുടഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിച്ചു കീറുന്നതിൽ ഒരു താല്പര്യമില്ല. മരിച്ചുപോയ ആളല്ലേ, ഇനി അങ്ങനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് എന്തിന് എന്ന് തോന്നിപ്പോ. പക്ഷേ ഇവിടെ ഈ രേണു സുധി കാരണം അങ്ങേരെ ഇമേജും കൂടി നാട്ടുകാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? അവരെ നാട്ടുകാർക്ക് ഓൾറെഡി അറിയാം, ജനങ്ങൾ കേരളം മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് മറ്റൊരു വാസ്തവം. ഇതിനാരാ ഇടയുണ്ടാക്കിയ? നമ്മുടെ സ്വന്തം രേണു സുധി. ആ രേണു സുധിയിൽ നിന്നും സുധി വെട്ടിമാറ്റണമെന്നാണ് ഒരു സമയത്ത് ഞാൻ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ തോന്നുന്നു വേണ്ട, കറക്റ്റാ, അവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും, നമ്മളിങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ പിള്ളേർക്ക് അപ്പൊ പലർക്ക് ഇപ്പൊ നമ്മളൊക്കെ കൃത്യമായിട്ട് പൈസകൾ വാങ്ങും. ഈ ഡെയിലി പൈസകൾ വാങ്ങിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചതായിരിക്കാം. എന്തായാലും അതെ സുധി വിളിച്ചിട്ട് നേരെ ഈ ആക്ച്വലി സുധി ജസ്റ്റ് 1000 രൂപ മകളെ ഉണ്ടെങ്കിൽ 1000 രൂപ ഞാൻ ചേച്ചിയുടെ ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണേ. അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് പോലും അറിയില്ല. ഇയാളെ വൈഫുകളുടെ ഫാമിലി ഇതൊന്നും എനിക്കറിയില്ല. ഫാമിലി എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ അരി വാങ്ങിക്കാൻ. അപ്പൊ അരി വാങ്ങിക്കാൻ നിർത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നല്ല പൈസ കിട്ടാൻ പറ്റിയ വൈകാടിയാണ് സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെന്നറിയാമോ, ഞാൻ 1000 കൊടുത്തണ നമുക്ക് അറിവുള്ളല്ലോ ആള് വിളിച്ചിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ ചോദിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ തിരിച്ച് തരാന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുകയായിരുന്നു. എന്നാ വീട്ടിൽ അപ്പോഴേക്കും നമ്മള് വീട്ടിലുണ്ട്. വീട്ടിൽ നിന്ന സമയത്ത് ഡയറക്റ്റ് വീഡിയോ കോള് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. അല്ല വേറെ ഡയറക്റ്റ് ആണ്. മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞ ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല, ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല, ആരും ചേട്ടന് അത് വർക്കിന് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുക, ചേട്ടൻ ഒരു പാവമായോണ്ട് അപ്പം എല്ലാരും ഇങ്ങനെ ഈ പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കില്ല, എല്ലാരും പറ്റിക്കും എന്നൊക്കെ പറഞ്ഞേട്ടാ. ഈ ചാനലിന്റെ ഷോക്കൊക്കെ പോയാലും ഇവര് പൈസ കൊടുക്കില്ല, പൈസ കൊടുക്കണത് തന്നെ ഈ
എന്താ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് പൈസ കിട്ടുന്നത്, മക്കളെ കിട്ടുമ്പോൾ ഞാൻ തരാടാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോൾ. കേട്ടല്ലോ, വീഡിയോ കോളൊക്കെ ചെയ്ത് നല്ലപോലെ ദാരിദ്ര്യം പറഞ്ഞ് കുട്ടികളുടെ പേരും പറഞ്ഞ് നല്ലപോലെ പൈസ വാങ്ങുന്നു. ഒരു 10 മിനിറ്റ് ഇരുന്ന് കരഞ്ഞ് അഭിനയിച്ച് കാണിച്ചാൽ മതിയല്ലോ, കുറച്ച് കഴിഞ്ഞ് ഒരു 500 രൂപയെങ്കിലും കയ്യിൽ വീഴുന്ന ലാഭമല്ലേ, 10 മിനിറ്റിന്റെ ജോലിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് സ്ഥിരം പരിപാടിയായിരുന്നു. പലരുടെ അടുത്ത് നിന്നും ഇങ്ങനെ കടം വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പലരും നാണക്കേടുകൊണ്ട് തിരിച്ചു ചോദിച്ചിട്ട് ഇവരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകാറില്ല. അവരുടെ ഒരു ക്രെഡിബിലിറ്റിയും അവരുടെ ഒരു സ്റ്റാറ്റസും വെച്ചിട്ട് പിന്നെ പലരും തിരിച്ചു ചോദിക്കാതെ. ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പലരും. ഇതിപ്പോ ചാലുപേട്, പിന്നെ വേറൊരു വ്യക്തി അഖിലം നങ്ങാണ്ട് പറയുന്ന ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ, പഴയ ഇന്റർവ്യൂ കുത്തിപ്പൊങ്ങി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അന്നത് ആരും വിശ്വസിച്ചില്ല. അല്ലെങ്കിൽ അന്ന് എല്ലാവരും കൂടി സുധിയെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇന്ന് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. ഇതാണ് കർമ്മ. കാലം മരിച്ചു പോയാലും നമ്മളെ വിടത്തില്ല. നമ്മുടെ ഇമേജ് പുറത്ത് വന്ന് നാറേണ്ടതാണെങ്കിൽ നാറിയിട്ട് തന്നെ പോകുമെന്നുള്ളൊരു കാര്യം വാസ്തവം തന്നെയാണ്. അന്നാണ് ഞാൻ ഈ രേണുവിനെയൊക്കെ കാണുന്നത് ആദ്യം. അപ്പൊ അന്ന് കാണാൻ ഒരു അവധിയൊന്നുമില്ല. മീൻസ് അങ്ങനെയല്ല പറഞ്ഞ ഒരു ഇരുട്ടത്ത് ഒരു ഫുള്ള് അങ്ങനെ ഒരു ഡാർക്കും കൂടുതലാണ് രാത്രി വിളിച്ചിട്ട് അപ്പോഴുണ്ട് പറഞ്ഞത് എനിക്ക് വീട് കാണിച്ചു തന്നു. വീട് മറ്റേ അതിനകത്ത് കാണിച്ച് അരിയും സാധനങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ മെയിൻ ദാരിദ്ര്യം പറച്ചില്. ദാരിദ്ര്യം പറഞ്ഞ് വാങ്ങും, പിന്നെ കൊടുക്കൂല. അന്തസ്. എന്തായാലും കൊള്ളാം. ബിഗ് ബോസിലൊക്കെ പോകുന്ന ഇപ്പോഴത്തെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുടെ ചരിത്രമാണ് ഈ കേൾക്കുന്നത്. ഇവിടെ കടം വാങ്ങാം, ഒരു തെറ്റില്ല. ഞാൻ വാങ്ങുന്ന വ്യക്തിയാണ്. പക്ഷെ അത് പറയുന്ന സമയത്ത്, പറയുന്നതിനും ഒരു ദിവസം മുന്നേ കൊടുക്കാൻ പറ്റിയ അതാണ് നമ്മളുടെ ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവണം, അങ്ങനെ ആവാൻ പറ്റണം. അത് എന്തെങ്കിലും ചെയ്ത് മറിച്ച് കൊടുത്തിരിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ വിശ്വസിച്ച് ഒരാള് നമുക്കൊരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് ആ വിശ്വസ്തത കീപ്പ് ചെയ്യണം. അല്ലാതെ നമ്മൾ വലിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ആ ആള് പിന്നെ ഒരിക്കലും ജീവിതത്തിൽ സഹായിക്കത്തില്ല. അതാണ് വാസ്തവം. അത് തന്നെയാണ് വാസ്തവം. ഞാൻ ഒരുപാട് പേരുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് സർക്കിളിലാണ്. ഞാൻ അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് സർക്കിളിലേ ഞാൻ കൊടുക്കത്തുള്ളൂ, എന്റെ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ. അല്ലാതെ ഞാൻ പുറത്ത് കൊടുക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വലിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ് വന്ന് എന്റെ അടുത്ത് കമ്പനി കൂടിയിട്ട് വരാൻ എന്റെ നിന്ന് പൈസ വാങ്ങി വലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ആർക്കും സഹായിക്കാൻ പോകത്തില്ല. ഇങ്ങനെ ദൂരെ കൂടി ചെറിയ പരിചയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കത്തില്ല. എനിക്ക് തരുമെന്ന് ഉറപ്പുള്ളവർക്ക് എന്റെ ഫ്രണ്ട്സിൽ, എന്റെ ക്ലോസ് ഫ്രണ്ട്സിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലാതെ ഇപ്പൊ കൊടുക്കാറില്ല, സഹായിക്കാറില്ല, കിട്ടാറില്ല. അതുകൊണ്ടാണ് അന്ന് ഞാൻ കൊടുത്തത്. പിന്നെ ഇത് സ്ഥിരം പരിപാടിയായി. എങ്ങനെ എന്നെ ഒരു 7 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നാ. അപ്പോഴേ പൈസ കൊടുത്താ നിങ്ങള്? അണ്ണാ ഞാൻ ആദ്യം ഒരു 3-4 പ്രാവശ്യം കൊടുത്ത്. അപ്പോൾ നമ്മളെ മനസ്സിൽ അല്ല, അല്ലെങ്കിലും ഈ 1000, 500 അത് നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ. അങ്ങനെയല്ല. ആ സമയത്ത് നമ്മൾ നല്ല വർക്ക് എടുത്തോണ്ടിരിക്കുന്ന സമയമല്ലേ, ഇഷ്ടം പോലെ വർക്കുള്ള സമയമല്ല. അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ അടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഇവര് തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഫോണിൽ തന്നെയാണ്, ഇങ്ങനെ ഫോണിൽ തന്നെ കേട്ടാ. അവരെ ഫോണിൽ തന്നെ വിളിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് മക്കളെ ഇത് ഈ സാധനം വാങ്ങിക്കാന്നുള്ള രീതിയിൽ, അതായത് എന്ത് സാധനം, എന്തെങ്കിലും സാധനം വാങ്ങിക്കാനേ മനസ്സിലായി അങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ പിന്നെ ഞാൻ 1-2 പേരെടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു. ഇവരെ കൂട്ടുകാരന്മാർ തന്നെ നമ്മൾ കമ്പനിയൊക്കെ ഉള്ള പലരും ഉണ്ടല്ലോ. അണ്ണാ ഇവരെ കൂടെയുള്ള മെമിക്രി ആർട്ടിസ്റ്റുകളുടെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ അനാവശ്യ വിഷയങ്ങളോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്തതായിരിക്കാം. പിന്നീടാണ് ഞാൻ അറിഞ്ഞ എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് പൈസ ചോദിച്ചിരിക്കണം. അണ്ണാ ഞാൻ കൊടുത്തതിന് ശേഷം എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ 500 രൂപ വാങ്ങിച്ചിരിക്കണേ. ഇവര് പണ്ടേ ഉടായിപ്പാ. അതായത് ഇവര് പണ്ടേ ഈ പൈസയൊക്കെ ആണ് ആ ഒരു 2 ആഴ്ച തീരം വിളിയായിരുന്നു. എന്റെ പൊന്നെ, ഇതൊന്നും അല്ല ചരിത്രങ്ങളൊക്കെ ഇനി ഒരുപാട് വരാനുണ്ട്. ഇങ്ങനെ ഒരു ഫാമിലി ആയിരുന്നെന്ന് കുറച്ച് താമസിച്ചു മനസ്സിലാക്കേണ്ടത്. ഞാൻ വിചാരിച്ച് സുധിയെങ്കിലും നല്ലവനായിരിക്കുമായിരുന്നു. ഇപ്പൊ കണക്കായി. എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. അതുകൊണ്ട് രേണു സുധിയിലെ പേരിൽ നിന്നും സുധി എടുത്തു മാറ്റാൻ പലപ്പോഴും ഞാൻ അടങ്ങുന്ന നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് വേണ്ട, കറക്റ്റാ, എല്ലാം കറക്റ്റാ. ഇതാരാ ഇങ്ങനെ ഈ ഗതിയിലാക്കിയത്? രേണു സുധി തന്നെയാണ്. ഇനി ട്രൂ കോളർ വഴി കടം ചോദിച്ചൊരു ചരിത്രം ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു പരിചയം മതി. ഒരാൾ കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് നേരെ അടുത്ത് കടം ചോദിക്കലാണ് പരിപാടി എന്നാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ്. സുഹൃത്തുക്കളെ കണ്ടു നോക്കാം. ധ്യാൻ പറയുന്ന ഷോയിലാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ വളരെ വേറൊരു ബന്ധമുണ്ട്. എന്നെ സാധാരണ നമ്മള് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. പക്ഷെ എന്നെ ട്രൂ കോളറിൽ മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ച ആള് കേട്ടല്ലോ. ഞാനിനി എന്തെങ്കിലും പറയണോ? വാട്സപ്പിൽ മെസ്സേജ് അയക്കും, പലതിലും മെസ്സേജ് അയക്കും. എന്നാൽ ട്രൂ കോളറിൽ മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ച ആളാണെന്ന്. അപ്പൊ ഇനി ഞാനൊന്നും പറയുന്നില്ല. കണ്ടല്ല, ധ്യാൻ ശ്രീനിവാസനാണ് പറയുന്നത്. എന്റെ പൊന്നടാവേ, അയ്യോ എന്ത് പറയാനാ, എന്ത് ചെയ്യാനാ. ബിഗ് ബോസിൽ പോവുകയാണ് രേണു സുധി. ആ മനുഷ്യൻ പോയി. അങ്ങേരെ ആ ഒരു ഫെയിമിനെ വെച്ചിട്ട് മുതലാക്കി വിറ്റ് നേരെ അടുത്ത് ബിഗ് ബോസിൽ പോകുന്നു.
പിന്നെ എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നിന് പോലും ചൂണ്ടിക്കാണിക്കുക ഒറ്റ ക്വാളിറ്റി ഇല്ല. ഒരു ക്വാളിറ്റി പോലും ഇല്ല. തീർത്തും പറയും നോ ക്വാളിറ്റി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.